പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വീണ്ടും വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയപാത 66-ൽ വൺ വേ തെറ്റിച്ച് KSRTC ബസ് കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്താണ് നിയമം തെറ്റിച്ചും മറ്റു വാഹനങ്ങൾക്ക് അപകടകരമായ നിലയിലും KSRTCയുടെ യാത്ര. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. അഞ്ജന, എന്താണിത്? സാധാരണ അധികം KSRTC ബസ്സുകളും ഇത്തരത്തിലൊക്കെ മനുഷ്യന് വളരെ ദ്രോഹകരമായ രീതിയിൽ, ബുദ്ധിമുട്ടായ രീതിയിൽ റോഡിൽ വാഹനം ഓടിക്കുന്നത് നമ്മൾ കാണാറുള്ളത് കൊണ്ട് അതൊരു പുതുമയല്ല. പക്ഷേ ഇതൊരു പുതുമയായി തോന്നുന്നു. എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ 4-ാം തീയതി വൈകിട്ട് ഏതാണ്ട് ഒരു 3 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദേശീയപാത 66-ൽ റൺവേ തെറ്റിച്ച് ഓടുകയായിരുന്നു KSRTC ബസ്. ഈ ബസ് ടോൾ പ്ലാസയിലേക്ക് കടന്നപ്പോൾ ഫാസ്ടാഗിൽ മതിയായ ബാലൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്ന് വന്ന വഴിയിലൂടെ തന്നെ ബസ് തിരികെ ഓടുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ബസ് തൊണ്ടയാട് നിന്നാണ് ദേശീയപാത 66-ലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് പന്തീരങ്കാവ് ടോൾ പ്ലാസയിലേക്ക് എത്തുന്നു. ടോൾ അടയ്ക്കേണ്ട സമയത്ത് ഫാസ്ടാഗ് ഉണ്ട്, അപ്പോൾ സുഗമമായി കടന്നു പോകാമെന്ന് ഡ്രൈവർ വിചാരിക്കുന്നു. പക്ഷേ ഫാസ്ടാഗ് പരിശോധിച്ചപ്പോൾ മതിയായ ബാലൻസ് ഫാസ്ടാഗിൽ ഉണ്ടായിരുന്നില്ല. 445 രൂപയാണ് KSRTC ബസ്സിന് ഒരു വശത്തേക്ക് യാത്ര ചെയ്യുന്നതിനാവശ്യമായ തുക. ആ മതിയായ ബാലൻസ് ഈ ഫാസ്ടാഗിലില്ല എന്ന് ടോൾ അധികൃതർ ഡ്രൈവറെ ബോധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല തിരിച്ചു പോകാനായി. അതുകൊണ്ട് ഈ ബസ് വന്ന വഴിയെ തന്നെ തിരികെ പോവുകയായിരുന്നു. അതായത് ദേശീയപാത 66-ലൂടെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവുകയായിരുന്നു. മറ്റ് വാഹനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിലാണ് ഈ ബസ് സർവീസ് നടത്തിയത്. അതും അതിവേഗ ട്രാക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹന യാത്രക്കാർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് മറ്റൊരു ട്രാക്കിലേക്ക് ഈ വാഹനം നീങ്ങുന്നത്. പിന്നെ ഒരു സർവീസ് റോഡിലേക്ക് കടന്ന് അങ്ങനെ സർവീസ് നടത്തുകയായിരുന്നു ഈ KSRTC ബസ്. ഈ ഒരു വിഷയത്തിൽ ഏതായാലും ബാലൻസ് ഇല്ല എങ്കിൽ മറ്റൊരു മാർഗവും സ്വീകരിക്കാൻ ആ ഘട്ടത്തിൽ കഴിയുമായിരുന്നില്ലേ? അതിനെന്തെങ്കിലും നിയമപ്രശ്നമുണ്ടോ KSRTCക്ക്? ഈ KSRTC ഡിപ്പോ അധികൃതർ പറയുന്നത് എന്തെന്നാൽ എല്ലാ KSRTC ബസ്സിലും മതിയായ ബാലൻസ് ഫാസ്ടാഗിൽ ഉണ്ടാവാറുണ്ട്. ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തി KSRTC ബസ് നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ മതിയായ ശിക്ഷ അല്ലെങ്കിൽ കൃത്യമായ ഒരു ശിക്ഷ അല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. ഈ 445 രൂപയാണ് ഫാസ്ടാഗിൽ വരിക. UPI വഴി 556 രൂപ നൽകേണ്ടി വരും. UPI വഴിയാണ് ഈ ഫാസ്ടാഗ് അടയ്ക്കുന്നത് എങ്കിൽ. പക്ഷേ അത് റീഇംബേഴ്സ് ചെയ്യാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ KSRTC ഡ്രൈവർ അവിടെ ഈ ഫാസ്ടാഗ് കൊടുക്കാതെ തിരികെ പോകാനുള്ള ഒരു ശ്രമം നടത്തിയതെന്നുള്ളതാണ്. എന്തായാലും വലിയൊരു അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ദേശീയപാത 66-ലൂടെ വൺ വേ തെറ്റിച്ച് ഈ വാഹനം ഓടിച്ചിട്ടുള്ളത്.